പോൾസ് അക്കാദമിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ ബാൽട്ടോനിക് എന്ന സ്ഥലത്താണ്. പോൾസ് അക്കാദമിയിൽ നിന്നും ജർമ്മൻ പഠിച്ച നേഴ്സിംഗ് ജോലിക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഒരു നേഴ്സിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹലോ മിസ്സേ. ഗുഡൻ ടാഗ്. എന്റെ പേര് അഞ്ജു. ഞാൻ കോട്ടയത്ത് നിന്നുമാണ് ഇവിടെ വന്നത്. ഞാൻ പോൾസ് അക്കാഡമിയിലാണ് ജർമ്മൻ A1 തൊട്ട് B2 വരെ പഠിച്ചത്. ആദ്യം എനിക്ക് ജർമ്മൻ ഒരു പാടായിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടിങ് ടൈമിൽ. പക്ഷേ മിസ് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അതിന്റെ ബേസിക് ഒക്കെ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഇപ്പം എനിക്ക് ഇച്ചിരി ഏജ്ഡ് ആണ് ഞാൻ. അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പഠിക്കാൻ. പക്ഷേ എങ്കിൽ പോലും മിസ്സിന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്കത് പതുക്കെ അത് കാച്ചപ്പ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ ഗ്രാമറൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിന്റെ ആ ഒരു ബേസിക് ഒക്കെ നല്ല രീതിയിലാണ് കിട്ടിയത്. അപ്പം അതാണ് എന്റെ മുമ്പോട്ടുള്ള പഠനത്തിന്റെ നമ്മുടെ അടിത്തറ എന്തിനും നല്ലതാവണമെന്ന് പറയുമല്ലോ, അതെനിക്ക് അവിടെ നിന്ന് ശരിക്കും കിട്ടി. അഞ്ജു ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും, അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിലെ ജോലി എങ്ങനെയാണ്? കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? അതെ, ഇവിടുത്തെ ജോലി നമുക്ക് നല്ല കംഫർട്ടാണ്. കാരണം ഞാൻ നാട്ടില് ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലാണ് 2-3 സ്ഥലത്ത് വർക്ക് ചെയ്തത്, പിന്നെ കുവൈറ്റിൽ വർക്ക് ചെയ്തു. പക്ഷെ ഇവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സും ഡ്യൂട്ടിയും ഒക്കെ നമുക്ക് നല്ലൊരു കംഫർട്ടാണ്. ഇവര് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു എക്സാം ഒക്കെ ഉണ്ട്, അതിന് തന്നെയാണെങ്കിൽ പോലും ഇവിടെ നല്ല സപ്പോർട്ടിംഗ് ആണ് തരുന്നത്. നമുക്ക് എല്ലാവർക്കും 7.5 മണിക്കൂറാണ് ഡ്യൂട്ടി അവേഴ്സ്. പക്ഷെ അതിൽ 30 മിനിറ്റ്സ് പൗസേ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. നമ്മുടെ നാട്ടിലാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് സമയം കിട്ടിയാൽ കിട്ടി എന്നൊരവസ്ഥയാണ്. പക്ഷെ ഇവിടെ അത് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അവർ നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിക്കാൻ ഒരു ഇത് തരുന്നുണ്ട്. പിന്നെ ഡ്യൂട്ടി ആണെങ്കിൽ തന്നെ നമുക്കൊരു ഓവർലോഡ് അല്ല, നമ്മളെ കൊണ്ട് പറ്റും. ആ രീതിയിലാണ് എല്ലാവരും അറിയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആണ് എല്ലാം. ഒരു നമ്മുടെ വെക്കേഷനും എല്ലാ കാര്യങ്ങളും അവർ നേരത്തെ 1 വർഷം മുമ്പ് തന്നെ പ്ലാൻഡ് ആണ്. അല്ലാതെ നിന്ന നിപ്പിലല്ല ഒന്നും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത വർഷത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. അപ്പം നാട്ടിൽ പോകേണ്ടവർക്കാണെങ്കിൽ അത് ഒരുമിച്ചെടുക്കാം. ഇപ്പം 31 days ആണ് നമ്മുടെ ഉർലോ പ്ലാൻ. അപ്പം നമുക്കത് ഒരുമിച്ച് വേണേ എടുത്ത് നാട്ടിൽ പോകാം. അത് നമ്മുടെ മോഹനന്റെ കൂട്ടാതെയാണ്. അപ്പം നമുക്കൊരു 19 ദിവസം കിട്ടും. അല്ലാതെ ഇവിടെ നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ മാസത്തിൽ വേണേ എടുക്കാം. അപ്പം നമ്മുടെ ഡ്യൂട്ടിയുടെ ആ ഒരു ഇതും ലെങ്തും കുറയും. അതൊക്കെ നമുക്കൊരു നല്ല ഇതായിട്ടാണ് തോന്നുന്നത്. അഞ്ജുന്റെ ഫാമിലി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ? അഞ്ജു പോന്നു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് അവരെ കൊണ്ടുവരാൻ പറ്റിയത്? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 3 വർഷം കഴിഞ്ഞ്. അപ്പം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതുമല്ല ഒരു വീടിന് ഇച്ചിരി ഒരു ഇത് ഞാൻ താമസിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് കരുതിയത് കൊണ്ടാ. ഇപ്പം അല്ലാതെ നമുക്കൊരു 6 മാസം കഴിയുമ്പം തൊട്ട് ഫാമിലിയെ കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റും. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഫാമിലിയെ കൊണ്ടുവരുന്നത്. ഇപ്പം 2 പിള്ളേരുണ്ട്, അവര് രണ്ടും സ്കൂളിൽ പോകുന്നു. നമ്മൾ ആദ്യം ഓർക്കും പിള്ളേര് വരുമ്പോ അവർക്ക് ജർമ്മൻ അല്ലേ പാടാണ് എന്നൊക്കെ കരുതും. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. എന്റെ മോൻ നാട്ടിൽ 8ാം ക്ലാസ്സിലായിരുന്നു, മോളാണെങ്കിൽ 1-ലായിരുന്നു. പക്ഷെ അവരിവിടെ വന്ന് അവർക്ക് ജർമ്മൻ സ്കൂളിൽ അവർക്ക് ഇന്റൻസീവ് കോഴ്സ് കൊടുക്കും. നന്നായിട്ട് ജർമ്മൻ ബേസിക് തൊട്ട് അവർ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ അതാത് സ്റ്റാൻഡേർഡിൽ അവരിരുത്തും. പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ്. അവർക്കതെല്ലാം നമ്മളെക്കാളും നല്ലതായിട്ട് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജുന്റെ ഹസ്ബൻഡിനും ഇവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുവാണെന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെയാണ് അങ്ങനെ അത് സാധിക്കുന്നത്? ഇവിടെ നമുക്ക് ഏത് ജോലിയും കിട്ടും. നമുക്ക് ഭാഷ മതി എന്നാണ് ആദ്യത്തെ ഇത്. ഭാഷ ഉണ്ടെങ്കിലും അത് ഇത്തിരി ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണ് ഏത് ജോലിക്കും കയറാൻ പറ്റും. പക്ഷെ എന്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ ഒത്തിരി പേര് 40 ഫാമിലിയോളം ഉണ്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. അപ്പൊ അവരൊരു ഓഫർ ഇട്ടു, ഹസ്ബൻഡിന് വേണമെങ്കിൽ ഇവിടെ ഫ്ലീഗ ഹെൽപ്പർ ആയിട്ട് കയറാം. അപ്പൊ അതൊരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് 2 വർഷത്തെ ഇതാണ്. അപ്പം നമ്മള് നേഴ്സുമാരെ സഹായിക്കുന്ന ഒരു ചെറിയൊരു രീതിയിലാണ്. പക്ഷെ അവർക്ക് നമ്മളെ അത്രയും സാലറി കിട്ടിയില്ലേലും അതിനോടടുത്തൊരു ചെറിയ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം വലിയ കഷ്ടപ്പാടില്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ്. അവർക്കും ഒരു സന്തോഷമാണ് അവരുടെ ഇത് കൊണ്ട് ഇത്രയും ശമ്പളം കിട്ടുന്നു എന്നൊരിതാണ്. പിന്നെ എന്താ, അവർക്ക് അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ലാംഗ്വേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവിടുത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കേണ്ട വരത്തില്ല, നമുക്ക് എവിടെ തിരിഞ്ഞാലും ജോലി ഓഫർ ഉണ്ട്. അഞ്ജു അപ്പം ഫാമിലിയോടൊപ്പം ഇവിടെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു അത് അറിഞ്ഞതില് എനിക്ക് നേരിട്ട് വന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഇടയ്ക്ക് ഞങ്ങൾ ജർമ്മനിക്ക് വരാം. മിസ്സേ, എനിക്കും വളരെ സന്തോഷം. പഠിക്കുന്ന കാലത്ത് നമ്മൾ പറഞ്ഞതാണ് മിസ്സേ ഒരിക്കൽ ഇങ്ങ് വാ. അപ്പം അത് മിസ്സ് ഇങ്ങനെ വന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം. ഇനി വരുമ്പോൾ മിസ്സ് കുറെ ദിവസം കൂടെ ഇവിടെ സ്റ്റേ ചെയ്യണം, നമുക്കിവിടെ അടിച്ചു പൊളിക്കണം, ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുക. ശരി മിസ്സേ.